ഒരു നല്ല ഗിറ്റാറിസ്റ്റ് ആണല്ലോ. കോഫി? ഓ താങ്ക്സ്. സത്യമായിട്ട് എൻ്റെ മ്യൂസിക് ഇഷ്ടമാണോ അതോ വെറുതെ പറഞ്ഞാണോ? സത്യമായിട്ടും. കള്ളത്തരം പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. നല്ല റിലേഷൻഷിപ്പ് കിട്ടാൻ വേണ്ടി ചിലർ കള്ളം പറയാറുണ്ട്. റിയലി? എൻ്റെ ഡാഡിയുടെ അമ്മയ്ക്ക് ഒരു ഫെയിലിയർ ലവ് സ്റ്റോറി ഉണ്ടെന്ന് അവർ മരിച്ചതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ മുത്തച്ഛൻ്റെ സുഖത്തിന് വേണ്ടിയാണ് അവർ ജീവിച്ചത്. അതവരുടെ വിധിയായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. കള്ളത്തരം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ മുത്തച്ഛനോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ ജീവിതം ഇതിലും നന്നായിരുന്നേനെ അല്ലേ? കള്ളത്തരം ജീവിതത്തെ മാറ്റിമറിച്ചാലും ശരിക്കുള്ള സന്തോഷം അത് സത്യത്തിൽ നിന്ന് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ഞാൻ മരിച്ചാലും കള്ളത്തരത്തെ ആക്സെപ്റ്റ് ചെയ്യില്ല. താങ്ക്സ്. നിനക്ക് പാചകം അറിയില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം, നോ പ്രോബ്ലം. ഏയ് അതൊന്നും വേണ്ട, എനിക്ക് പാചകം നന്നായി അറിയാം. ഇതെന്താ ഉപ്പില്ല എരിവില്ല, പാചകം വളരെ മോശമാണല്ലോ. ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തില്ല. നിങ്ങളല്ലേ പറഞ്ഞേ ഓരോരുത്തരും പരസ്പരം മനസ്സിലാക്കിയിട്ട് ഭാര്യ ഭർത്താക്കന്മാരാ ജീവിതം തുടങ്ങാമെന്ന്. അതുവരെ കുറച്ച് കൺട്രോൾ ഉണ്ടായാൽ നല്ലത്. കാമേഷ്, നിന്റെ കല്യാണ കാര്യങ്ങളൊക്കെ എവിടെ വരെ? ഇന്നലെ ഞാനൊരു പെണ്ണ് കാണാൻ പോയി, പക്ഷെ ഞാനത് റെഡ് മാർക്ക് ഇട്ടു. എന്റെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? പെണ്ണിനെ എനിക്ക് ഇഷ്ടമായി, പെണ്ണ് സൂപ്പറാ. എന്ത് പറ്റി? പെണ്ണിന് സമ്പത്തില്ലേ? ഒരേ ഒരു മകൾ, ഉള്ളത് മുഴുവൻ അവൾക്കാ. പക്ഷെ ഒരു പ്രോബ്ലം. നല്ലൊരു ഡോക്ടറെ കാണിച്ചാ പോരായിരുന്ന? പ്രോബ്ലം എനിക്കല്ല, അവൾക്കാ. അവിടെ അമ്മക്ക് കല്യാണം ആകാതെ അവൾക്ക് വേണ്ടെന്ന് അവൾ പറഞ്ഞു. ഞാനും ഇതുപോലെ എഴുന്നേറ്റ് പോയത്. എന്നാ നിന്റെ അച്ഛനെ സെറ്റപ്പ് ചെയ്തൂടെ? വെരി ഗുഡ്. എന്റെ അച്ഛൻ സെറ്റായ എനിക്ക് അവൾ അനിയത്തിയ. അപ്പൊ അവൾ എന്റെ കൈ രാഖി കെട്ടുവടാ. ഏതാടാ ഈ മുതല്? ഹായ് ബേബി. ബേബിയോ? ഇതാണോടാ ബേബി? നീ എന്താ തീറ്റയൊക്കെ എടുത്ത് കളിക്കാൻ വന്നോ? എന്നും കളിച്ചാൽ ഇലിയാനയുടെ ഫിഗർ വരുന്ന എന്റെ അമ്മ പറഞ്ഞു. നിന്റെ അമ്മ പറഞ്ഞോ അതോ ഇലിയാനയുടെ അമ്മ പറഞ്ഞോ? ഇവളൊരു ബാസ്കറ്റ് ബോൾ പോലെയാ, പിന്നെ അങ്ങനെ ഇവള് കളിക്കുക. Nice pass, Maithili. Maithili. Hey. Careful.